താരസംഘടന അമ്മയുടെ ജനറൽ ബോഡിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ജനറൽ ബോഡി തുടങ്ങി സ്വാഗതം പറയുന്ന ഇടയിൽ തന്നെ ജഗദീഷ് ചേട്ടൻ ഇടപെടുകയും ജഗദീഷ് ഇടപെട്ട് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. ജഗദീഷ് പറയുന്നു ഈ ഇന്നത്തെ ജനറൽ ബോഡി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി തന്നെ പറയും. ഇന്നത്തെ ജനറൽ ബോഡി അംഗീകരിക്കാൻ കഴിയില്ല, അതിനൊരു ചട്ടവട്ടങ്ങളുണ്ട്, അത് നടത്താതെയാണ് ജനറൽ ബോഡി നടന്നതെന്ന് ജഗദീഷ് പറയുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത 21 ദിവസത്തിനുള്ളിൽ വേറെ ജനറൽ ബോഡി തരണം. 21 ദിവസം മുമ്പ് നോട്ടീസ് നൽകിയാൽ മാത്രമേ ജനറൽ ബോഡി പ്രാബല്യത്തിൽ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു മെമ്മോറാണ്ടം തയ്യാറാക്കിയിരുന്നു. അത് പാസ്സാക്കുന്ന 200 പേരാണ് അതിൽ ഒപ്പിട്ടത്. ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ജനറൽ ബോഡി അല്ല എന്ന് പറഞ്ഞ് അവർ ഒപ്പിടുന്നു. ആ ഒപ്പുശേഖരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ജഗദീഷ് കൃത്യമായി അവിടെ വെച്ച് പറയുന്നത് ഈ ജനറൽ ബോഡി അംഗീകരിക്കാൻ കഴിയില്ല, ഒരു തീരുമാനം ഇവിടെ എടുക്കാൻ കഴിയില്ല. നിലവിലെ സാഹചര്യം 21 ദിവസത്തിന് ശേഷം അടുത്ത ജനറൽ ബോഡി കൂടണമെന്ന നിലയിലേക്ക് ഇപ്പോൾ സംസാരിച്ചു എന്നാണ് എനിക്ക് അകത്തു നിന്ന് കിട്ടുന്ന ആ റിപ്പോർട്ട്. അത് വലിയ വാർത്ത തന്നെയാണ്. അതോടൊപ്പം മെമ്മോറാണ്ടത്തിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നു. ഫ്രീ ആയിട്ട് ഇത്ര നാളും ഗോകുലം പാർക്ക് തന്ന സംഭവത്തിൽ നിന്ന് നിങ്ങൾ എന്തിനാണ് അവിടെ നിന്നും 4 ലക്ഷത്തോളം പൈസ മുടക്കി മറ്റൊരു സ്ഥലത്തേക്ക് ജനറൽ ബോഡി മാറ്റിയെന്നൊരു ചോദ്യം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ IFAയിൽ ഫിലിം ഫെസ്റ്റിവലിന് പൈസ നൽകിക്കൊണ്ട് അവർക്ക് അവിടെ പാർട്ടി നടത്തിയത് തെറ്റായ കീഴ്വഴക്കമാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഇന്നത്തെ ജനറൽ ബോഡിയിൽ ഏറ്റവും പ്രധാനമായ ചർച്ചകൾ വന്നത്. മറ്റ് വിഷയങ്ങൾക്കാൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഇത് തന്നെയാണ്. ജഗദീഷ് ആണ് കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. നിലവിലെ 17 അംഗങ്ങൾ മാറി നിൽക്കണമെന്നാണ് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞത്. ഇവർക്ക് ഇതിൽ തുടരാൻ അധികാരമില്ല എന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു ഹഡോ കമ്മിറ്റി വരണം, താൽക്കാലിക കമ്മിറ്റി വരണം. അത് 5 or 6 പേര് വെച്ചുള്ള ഒരു കമ്മിറ്റി വന്നിട്ട് അവരായിരിക്കും അടുത്ത ജനറൽ ബോഡി നടത്തുക എന്നുള്ള നിലയിലേക്കും കാര്യങ്ങൾ പോകുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും താരസംഘടന അമ്മയിലെ ഒരുപാടുപെട്ട അംഗങ്ങളെല്ലാം വരുന്നുണ്ട്, വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്തായാലും യുവാക്കളുടെ ഒരു വലിയ പ്രാതിനിധ്യം നമുക്ക് നേരിട്ട് ഇവിടെ കാണാൻ അനുഭവപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇത്തരം ഒരു കാര്യങ്ങളാണ്. മീറ്റിംഗ് തുടങ്ങിയ ഉടൻ തന്നെ സ്വാഗതം പറയുന്നതിന് ഉടൻ തന്നെ മൈക്ക് വാങ്ങിക്കൊണ്ട് ജഗദീഷ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. 21 ദിവസത്തിനുള്ളിൽ കത്തുകൾ നൽകണം, അതോടൊപ്പം കണക്കുകൾ അയക്കണം, എന്നാൽ മാത്രമേ ഇത് ജനറൽ ബോഡിയായിട്ട് അംഗീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ്. അതിനുവേണ്ടി വലിയൊരു ഒപ്പുശേഖരം നടന്നു. ആ ഒപ്പുശേഖരണത്തിൽ 200 അംഗങ്ങൾ ഒപ്പിട്ട സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് പോയിരിക്കുന്നതാണ് എനിക്ക് കിട്ടുന്നവർ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോഴും മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും പല ആളുകൾക്കും സംസാരിക്കാനുണ്ടാവും. ആ കാര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് എനിക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. ഒരു കാരണവശാലും ഈ കമ്മിറ്റി തുടരാൻ അനുവദിക്കില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ 17 പേരും മാറി നിൽക്കണം എന്നുള്ളൊരു കൃത്യമായ ഒരു നിലപാടെടുക്കും. കാരണം ഇവർക്ക് ഈ ഭരണസമിതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇവർക്ക് ഇനി തുടരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാത്തിരുന്ന് കാണാം. എന്തായാലും അടുത്ത വാർത്ത ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും.